വിജയൻ സാർ, നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് അവിടെ വന്ന് കണ്ടതാണ്. പക്ഷേ അതിനിടക്കാലത്ത് ആ പ്രവർത്തനം ഒന്ന് നിലച്ചിരുന്നു. വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കത് എപ്പം കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നതാണ് സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഡോക്ടർ ഒരു കുറവുണ്ട്, അതുകൂടി പരിഹരിച്ചു തരണം എന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സർ, നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ആശുപത്രിയാണ് നാദാപുരം താലൂക്ക് ആശുപത്രി. ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ അവിടെ ഡയാലിസിസ് യൂണിറ്റ് കിഫ്ബി ധനസഹായത്തോടു കൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1,57,00,000 രൂപ അനുവദിച്ചിരുന്നത്. സർ, അവിടെ കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റി KHRWS വഴി അനുബന്ധ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ചു വരുന്നുണ്ട്. ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് വിതരണ ഉത്തരവ് കമ്പനിക്ക് നൽകുകയും ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 10 ബെഡും 10 ഡയാലിസിസ് ഉപകരണവുമാണ് ഉള്ളത്. യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചാൽ ദിവസവും 40 പേർക്ക് ഡയാലിസിസ് നൽകാനായിട്ട് കഴിയും. സർ, ഇവിടെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പ്രസ്തുത ആശുപത്രിയിലെ നിലവിലുള്ള വൈദ്യുതി സംവിധാനത്തിന് പുതിയ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പവർ വഹിക്കുവാനുള്ള ശേഷിയില്ല എന്ന് KSEB കണ്ടെത്തിയതിനാൽ ഈ ആശുപത്രിക്ക് HT കണക്ഷൻ നിർദ്ദേശിച്ചിരുന്നു. ലോഡ് ഉയർത്തുന്നതിനായി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് HT കണക്ഷൻ ലഭ്യമാക്കുന്നതിന് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 45,30,000 രൂപയുടെയും KSEB നാദാപുരം അസിസ്റ്റന്റ് എഞ്ചിനീയർ 6,75,000 രൂപയുടെയും എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് 53 ലക്ഷം രൂപ അനുവദിക്കുകയും ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഈ പ്രവൃത്തി കൂടി പൂർത്തീകരിച്ചാൽ, HT കണക്ഷൻ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ നമുക്ക് ബഹുമാനായ MLA നിരന്തരമായി ഇടപെടുന്ന ഈ ഒരു വിഷയം അത് നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ സർ, ഇപ്പോൾ അവിടെ 13 ഡോക്ടർമാരടക്കം 61 സ്ഥിരം ജീവനക്കാരുടെ തസ്തികയാണ് ഉള്ളത്. 3 ഡോക്ടർമാരെ NHM നൽകിയിട്ടുണ്ട്. അതുകൂടാതെ LSGD ഒരു ഡോക്ടറെ നൽകിയിട്ടുണ്ട്. 2 ഒഴിവുകളാണ് സർ അവിടെ ഉള്ളത്. ജനറൽ മെഡിസിനിൽ ഒരു JC ഒഴിവുണ്ട്. അത് നമുക്ക് സ്റ്റേറ്റിൽ മുഴുവൻ 7 പേരാണ് ഉള്ളത്. അതിൽ യോഗ്യതരായിട്ടുള്ളവരില്ല എന്നുള്ള കാരണത്താൽ അവിടെ ഒരു ഒഴിവുണ്ട്. പക്ഷേ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. ജനറൽ സർജറിയിൽ സർ ഒരു ഒഴിവ് അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണ്. സർ, ഈ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. 455 അനധികൃത ഒഴിവുകൾ സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ കണ്ടെത്തിയിരുന്നു സർ. 15ഉം 18ഉം വർഷമായിട്ട് അനധികൃതമായിട്ട് ലീവിലുള്ളവരാണ്, അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണ് സർ. സർ, അതിൽ 56 പേർക്കെതിരെ, 3 സ്പെഷ്യലിസ്റ്റ് അടക്കം 56 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. മറ്റൊരു 14 പേർക്കെതിരെ 1 മാസത്തിനുള്ളിൽ അവരെയും പുറത്താക്കും. നേരത്തെ പറഞ്ഞ 56 പേരെ പുറത്താക്കിയിരുന്നു. ബാക്കി ശേഷിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. 3 മുതൽ 4 മാസത്തിനകം ഇവരെയും പുറത്താക്കി പുതിയ ആളുകളെ PSC ലിസ്റ്റ് പ്രകാരം നിയമിക്കുന്നതിനുള്ള നടപടികളാണ് വകുപ്പ് സ്വീകരിക്കുന്നത്.